വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ സ്നേഹത്തിലും നാമത്തിലും പ്രിയ ശ്രോതാവേ, ഈ മഹത്വകരമായിരിക്കുന്ന അനുഗ്രഹമായിരിക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീര പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി വരുവാൻ ഒക്കെ തുടങ്ങിയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭൂമിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന കാലാവസ്ഥയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന, ദൈവം തരുന്ന നല്ല വെള്ളം, ശുദ്ധമായിരിക്കും വെള്ളം കുടിപ്പാൻ ഒക്കെ കഴിയുന്ന ശുദ്ധമായിരിക്കും വായു, സകലത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ശ്രോതാവേ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്ന് ലോകത്തിൽ അനേക വ്യക്തികളുണ്ട്. അവർ പറയുന്നു, ഞാൻ മഹാനാണ്, ഞാൻ മഹതിയാണ്. ചിലർ പറയുന്നു, ഞാൻ വിശുദ്ധനാണ്, ഞാൻ നല്ലവനാണ്. എന്നാൽ പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അവരൊക്കെയും ഒരു നിമിഷം തളർന്ന് ഇരിക്കാറുണ്ട്. അവരൊക്കെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് നിരാശയുടെ വക്കിലേക്ക് വീണു പോകാറുണ്ട്. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയുള്ള ജീവിതങ്ങളെ ഓർക്കുന്നവനും കരുതുന്നവനുമാണെന്ന് നിങ്ങളോട് സംസാരിപ്പാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് യോബിൻ്റെ അനുഭവമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കാൻ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കും യോബിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നതിനുമായിരുന്നു. എത്ര നല്ലൊരു റിപ്പോർട്ടാണ്! എത്ര മനോഹരമായിരിക്കും റിപ്പോർട്ട്! അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ എത്ര നല്ലവനാണ്! അവൻ നിഷ്കളങ്കനാണ്, ആരെയും ഉപദ്രവിക്കത്തില്ല, ആർക്കും ദോഷമായിട്ട് പ്രവർത്തിക്കത്തില്ല, ആരെയും വേദനിപ്പിക്കാതെ നിഷ്കളങ്കനായിരിക്കും മനുഷ്യൻ. പിന്നെന്താണ്? നേരുള്ളവനാണ്. ഇന്ന് അനേക ആളുകൾ യഹോവയായ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യനെ യഹോവ നേരോടെ നിർമ്മിച്ചു, അവനോ അനേക കുറുക്ക് വഴികളെ അന്വേഷിക്കുന്നു. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് നേരോടെ, നല്ല രീതിയിലാണ് അവൻ നിർമ്മിച്ചത്. പക്ഷേ ഇന്ന് മനുഷ്യൻ എന്താണ്? എല്ലാം ധാരാളം കുറുക്ക് വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു രോഗിയായ മനുഷ്യനെ സംബന്ധിച്ച് അവന് രോഗത്തിൽ 2-3 ദിവസമൊന്നും കിടക്കുവാനൊക്കെ അവൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് അവന് സൗഖ്യം ലഭിക്കാനൊക്കെ കഴിയുന്ന ഡോക്ടറെക്കാളും പറയുന്നത്, ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കണം, അതിന് വേണ്ടുന്ന ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷനോ ഒക്കെ എനിക്ക് തരാൻ, മരുന്നൊക്കെ തരാനാണ് പറയുന്നത്. മനുഷ്യൻ, നാം ചിന്തിക്കണം, ദൈവം നമ്മെ നേരോടെ നിർമ്മിച്ചു, നല്ല രീതിയിൽ അവൻ അനേക കുറുക്ക് വഴികൾ അന്വേഷിക്കുന്നു. പിന്നെ കാണുന്ന ദൈവഭക്തന്, അവൻ എങ്ങനെയുള്ളവനാണ്? ദൈവഭക്തനാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവനാണ്. അവൻ ദൈവഭക്തനായിരിക്കും മനുഷ്യനാണ്. തൻ്റെ പ്രിയ മക്കൾ ഓരോ ദിവസങ്ങളിൽ മാറി മാറി അവർ വിരുന്ന് കഴിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവർ ഒരുമിച്ച് വിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ആ ഉല്ലാസത്തിൽ അവർ ദൈവത്തിൻ്റെ ഏതെങ്കിലും കൽപ്പനകൾ ലംഘിക്കുകയോ ദൈവത്തോട് പാപം ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റതുകൊണ്ട് തൻ്റെ മക്കളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം അവൻ യാഗമർപ്പിക്കുക ചെയ്യുമായിരുന്നു. എത്രമാത്രം വിശ്വസ്തനാണ്, ദൈവഭക്തനായിരുന്നു. പിന്നീട് നാം വായിക്കുമ്പോൾ കാണുന്നത് തിന്മ വിട്ടകലുന്നവനാണ്. അവൻ പാപത്തോട് അകന്നു നിൽക്കുന്നവനായിരുന്നു. തിന്മയെ കണ്ടവൻ ഓടുന്നവനാണ്, നന്മ ചെയ്യുന്നവനാണ്. ഇന്ന് തിന്മയായ രീതിയിൽ, തിന്മയായ കാര്യങ്ങളിൽ സുഖം കണ്ടെത്തിക്കൊണ്ട് അതിൽ സന്തോഷിക്കുന്ന അനേക ജീവിതങ്ങളെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഇയ്യോബ് അങ്ങനെയുള്ള മനുഷ്യനല്ലായിരുന്നു. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം ഇതാണ്: യഹോവയായിരിക്കും ദൈവം, സർവശക്തനായിരിക്കും ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പറയാണ്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഈ ഭക്തനായിരിക്കും മനുഷ്യന്,
ഈ നല്ല മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുന്നു, അവൻ്റെ പുത്രന്മാർ എന്താണ്, പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ ചെന്ന് നിൽക്കുകയാണ്. സ്വർഗത്തിൽ പിശാച് എന്നിട്ട് പിശാച് ദൈവത്തോടെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നീ അവന് ചുറ്റുമായിട്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, അവൻ ഭക്തനാണ്, നീതിമാനാണ്, നല്ലവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ അവന് ചുറ്റും കെട്ടിയിരിക്കുന്ന വേലിയൊന്ന് അഴിക്കുവാൻ തയ്യാറായാൽ അവൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ തള്ളിപ്പറയെന്ന് പറയും. പലപ്പോഴും നമുക്ക് ചുറ്റും ശക്തമായിരിക്കുന്ന വേലിക്കെട്ടിൻ്റെ ഉള്ളിലാണ് നാം, ശക്തമായ കരുതലിൻ്റെ ഉള്ളിലാണ് നാം, ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഉള്ളിലാണ് നാം. പിശാചിന് നമ്മെ തൊടുവാണ്ടക്കൊണ്ട് കഴിയത്തില്ല. അവൻ നമ്മുടെ ജീവിതത്തിലെ ആ വേലി തകർത്ത് കളയാതെ ദൈവം നമുക്ക് വേണ്ടി കെട്ടിയിരിക്കുന്ന കോട്ട തകർന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അത് പിശാചിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഈ കർത്താവ് അവനോട് ചോദിക്കുകയാണ്, യഹോവയാർക്ക് ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. പിന്നീട് ചോദിക്കുന്നു, നീ എൻ്റെ ദാസനായിരിക്കുന്ന ജോബിന്മേൽ നീ ദൃഷ്ടി വച്ചിരിക്കുന്ന ചോദിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, സാത്താനും അവരുടെ കൂട്ടത്തിൽ ചെന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ സാത്താൻ ചെന്ന് നിൽക്കുകയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം, യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിച്ചിട്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞു. ഊടാടി സഞ്ചരിക്കുന്ന പിശാച്, ദൈവമക്കളുടെ ഭവനങ്ങളെ ലാക്കാക്കി സഞ്ചരിക്കുന്ന പിശാച്, നിൻ്റെ ഓഫീസിനകത്തും നിൻ്റെ ഭവനത്തിനകത്തും നിൻ്റെ കുടുംബജീവിതത്തിലും നിൻ്റെ മക്കൾ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഊടാടി സഞ്ചരിക്കുന്ന പിശാച് അവിടെ വന്ന് ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിശാച് നമുക്ക് ചുറ്റും ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം, നാം പ്രാർത്ഥനയുള്ളവരായിരിക്കണം, നാം ദൈവഭയമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അവൻ നമ്മെ തകർത്ത് കളയും. അവൻ സഞ്ചരിക്കുന്ന പിശാചാണ്. ഇവിടെ തുടർന്ന് വായിക്കുമ്പോൾ, യഹോവ സാത്താനോട് എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വച്ചിരിക്കുന്നു. കർത്താവിനെല്ലാം അറിയാമല്ലോ. നീ എൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നവനും ആരുമില്ല എന്ന് ദൈവം പിന്നെയും അവനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു, സ്വർഗത്തിലെ ദൈവം, പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര സഹോദരി, എന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട് നീ നല്ലവനാണ്, നീ നേരുള്ളവനാണ്, നല്ലൊരു സാക്ഷ്യം സർവശക്തനായിരിക്കും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനൊക്കണം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ചിലരെയൊക്കെ നോക്കിയിട്ട് പറയും, ഇവൻ കുണം പിടിക്കാത്തവനാണ്, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ചില മക്കളെയൊക്കെ നോക്കിക്കൊണ്ട് മാതാപിതാക്കന്മാർ പറയും, ഇവൻ ശരിയാകത്തില്ല, ഇവൻ നന്നാകത്തില്ല എന്ന് പറയും. മദ്യപിച്ച് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യയ്ക്കും ആഹാരങ്ങളോ വീട്ടുകാര്യങ്ങളോ നോക്കാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഭർത്താക്കന്മാരെ നോക്കിക്കൊണ്ട് പലപ്പോഴും ഭാര്യമാർ പറയും, ഇവനെനിക്കൊരു ശാപമാണ്, ഇവനെനിക്കൊരു പ്രയാസമാണ്, ഇവനോടുള്ള ജീവിതം എനിക്ക് നരക തുല്യമാണ് എന്നൊക്കെ പറയുന്ന അനേക ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരും പറയും, ഭർത്താവിനെ അനുസരിക്കാതെ, ഭർത്താവിനെ ബഹുമാനിക്കാതെ, ഭർത്താവിനെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കാതെ തെറ്റായ വഴികൾ കൂടെ നടക്കുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ടും ഭർത്താക്കന്മാർ പറയും, ദൈവമേ, ഇവളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എനിക്ക് നാശമായി, എനിക്ക് ദോഷമായിട്ട് ഭവിച്ചിരിക്കുന്നു, എൻ്റെ സകല നന്മകളും പോയല്ലെന്ന് പറയും. ഇവിടെ എന്നാൽ യോബിനെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞ എത്ര മനോഹരമായി, ദൈവം പറഞ്ഞ വാക്കുകൾ എത്ര നല്ലതാണ്. സ്നേഹിത, നാം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അനുയോജ്യമായിട്ട് ജീവിക്കുമ്പോൾ യഹോവയായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് അത് പ്രയോജനമുള്ള ഒരു ജീവിതമാക്കി മാറ്റും. അനേക ആളുകൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് അനേകരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേദനയായിട്ടാണ് മാറുന്നത്. ദൈവം അനുവദിക്കുകയാണ്. പിശാചിനോട് പറയുകയാണ്, നീ എന്തിന് ചെയ്തോളാൻ പറയുകയാണ്. സാത്താനോട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ള പോലെ ചെയ്യുക, പക്ഷേ അവൻ്റെ പ്രാണനെ മാത്രം തുടർന്ന് പറയുകയാണ്, അവൻ്റെ ജീവിതത്തെ തുടർന്ന് പറയുകയാണ്. എന്നാൽ സാത്താൻ എന്താണ് ചെയ്തത്?
സാത്താൻ ഈ ഭൂമി സ്വർഗത്ത് താഴേക്ക് വന്ന് അവരെന്താണ് ആദ്യമായിട്ട് ചെയ്തത്? ഈ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഇയ്യോബ് പാർക്കുന്ന പാർപ്പിടത്തിലേക്ക് വന്നു, മൃഗത്തിൻ്റെ ഇടയിലേക്ക് വന്നു, മൃഗത്തെ മുഴുവനായിട്ട് കൊന്നുകളഞ്ഞു. ഒട്ടകത്തിൻ്റെ ഇടയിലേക്ക് വന്നു, ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ആടുമാടുകളെ മുഴുവനും നഷ്ടപ്പെട്ടു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്ന ഇയ്യോബ്, അവൻ്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, അവൻ്റെ ദാസീദാസന്മാർ പിടിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് സാത്താൻ ഒടുങ്ങിയില്ല. അവൻ പിന്നീട് ചെയ്തതെന്താണ്? അവൻ്റെ പുത്രിപുത്രന്മാരെ 7 പേരെ നഷ്ടപ്പെടുവാണ്ടൊക്കെ ഇടയായിത്തീർന്നു. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും നഷ്ടങ്ങളും വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? നാം നമ്മുടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവനെ ശപിച്ച് മരിക്കുവാണ്ടൊക്കെ നാം ആഗ്രഹിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദാസൻ അങ്ങനെയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവാണ് ഇതെല്ലാം തരുന്നത്. യഹോവയായിരിക്കും ദൈവമാണല്ലോ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത്. ആടുമാടുകളെ തന്നത്, ഒട്ടകങ്ങളെ തന്നത്, കഴുതയെ തന്നത്, പുത്രിപുത്രന്മാരെ തന്നത്, ദാസന്മാരെ തന്നത് എല്ലാം എൻ്റെ ദൈവമാണല്ലോ. എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന നന്മയാണല്ലോ. അവൻ കർത്താവായ യേശു ക്രിസ്തു യഹോവയായിരിക്കും ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല. പിശാച് പിന്നെയും പരാജയപ്പെട്ടു. പിശാച് അടങ്ങിയിരുന്നില്ല. പരാജയം സമ്മതിക്കാൻ അവൻ തയ്യാറല്ല. അവൻ പിന്നെയും അവനെ ഉപദ്രവിക്കാൻ കൊണ്ട് തുടങ്ങിയാണ്. അതിൻ്റെ 2-ാമത്തെ അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. യഹോവ സാത്താനോടെ നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോടെ ഞാൻ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് നടന്നു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസനെ, നീതിമാനായിരിക്കുന്ന യോബിനെ പിന്നെ സാത്താൻ സംശയമാണ്. ഇവൻ തള്ളിപ്പറയുക തന്നെ ചെയ്യും. പലപ്പോഴും ചിലർ പറയാറുണ്ടല്ലോ, ഇവൻ ശരിയാകത്തില്ല. നാം പലപ്പോഴും മുൻവിധി നടത്താറുണ്ട്. ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നാം മുൻവിധി പറയും. പ്രിയ ദൈവത്തിൻ്റെ വൈദ്യരെ, ഇന്ന് ഈ ദിവസങ്ങളിൽ രാത്രിയും പകലും ഒരുപോലെ ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ വചനം ഇന്ന് സുലഭമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകൾ ദൈവം ശ്രമിക്കുകയാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവ നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയുമാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സാത്താൻ പിന്നെ അവൻ ഉപദ്രവിക്കാൻ തുടങ്ങിയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കാനൊക്കെ തുടങ്ങിയാണ്. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും നല്ലവനുമായിരിക്കുന്ന ഒരുവൻ ലോകത്തിലില്ല എന്ന് യേശു ക്രിസ്തു പിന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നാൽ സാത്താൻ യഹോവയായി ദൈവത്തോട് പറയുകയാണ്, നീ അവൻ്റെ ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, അവൻ്റെ ശരീരത്തെ, അവൻ്റെ ത്വക്കിനെ ഒന്ന് തൊടുവാണ്ടൊക്കെ ഒരു അവസരം തരാമോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം വേദന സഹിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരല്ല. നാം എല്ലാം സഹിക്കും, പക്ഷേ നമ്മുടെ വേദന നമുക്ക് സഹിക്കാനൊക്കെ കഴിയത്തില്ല. നമ്മുടെ കാലിൽ ഒരു മുള്ള കൊണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ നമുക്ക് ഉറങ്ങാനൊക്കെ കഴിയത്തില്ല. നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും ഭാഗത്ത് ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഉറങ്ങാനൊക്കെ കഴിയത്തില്ല. ഈ സാഹചര്യത്തിൽ ദൈവം എന്താണ്? സാത്താൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോബിനെ ഏൽപ്പിക്കുകയാണ്. സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ ശരീരത്തിന്മേൽ ബാധിക്കാനൊക്കെ ഇടയായിത്തീർന്നു. അവൻ്റെ ത്വക്കിന്മേൽ ബാധിക്കുകയാണ്. അവൻ പഴുത്ത പരിക്കുകളാൽ ബാധിതനായി. അവൻ്റെ ശരീരം മുഴുവനും വലിയ വ്രണങ്ങളാൽ ബാധിതനായി. അവൻ ഇരിക്കുവാൻ കഴിയത്തില്ല, നിൽക്കുവാൻ കഴിയത്തില്ല. ശരീരം മുഴുവനും വലിയ ചൊറിച്ചിലും വലിയ പ്രയാസങ്ങളിൽ അവൻ നീങ്ങുകയാണ്. വേദപുസ്തകത്തിൽ തന്നെ ഇയ്യോബിനുണ്ടായിരിക്കുന്ന അനുഭവം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ
7, 8 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ കഠിനമായ പരിക്കുകളാൽ ബാധിച്ചു. അതിൻ്റെ 8-ാമത്തെ വാക്യം, അവൻ ചുരണ്ടുവാനായി ഒരു ഓട്ടിൻ കഷ്ണം എടുത്തുകൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ വേദന അത്രമാത്രം സഹിക്കാണ്ടൊക്കെ കഴിയാതിനത്തിനും അപ്പുറമായിരുന്നു. അവൻ്റെ ശരീരത്തെല്ലാം വേദന കൊണ്ട് അവൻ ചാരത്തിനകത്തിരുന്നു കൊണ്ട് ഒരു ഒട്ട് കഷ്ണം എടുത്ത് അവൻ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന് വേദന സഹിക്കാനൊക്കെ കഴിയുന്നില്ല. ആ സമയത്ത് അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ആപത്തിലും അപകടത്തിലും ആവശ്യങ്ങളിലൊക്കെയും സഹായമായി നിൽക്കുന്ന തൻ്റെ സഹധർമ്മിണി, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവൻ്റെ ഈ ദുഃഖസ്ഥിതി കണ്ടുകൊണ്ട് അവൾ വേദനയോടുകൂടെ പറയുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം, അതിൻ്റെ 9ഉം 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു, ദൈവത്തെ ശപിച്ച് മരിക്കാൻ പറയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നത്? നീ നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുകയാണ്. നീ ഭക്തനാണോ? നീ ദൈവത്തെ ശപിച്ച് മരിക്കുവാൻ പറയുകയാണ്. പലപ്പോഴും സഹായത്തിനും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മോടെ കൂടെ നിന്ന് നമ്മെ സഹായിക്കേണ്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം വേദനയാണ്. യോബിനെ നോക്കിയാടെ അവൻ്റെ മൃഗസമ്പത്തും അവൻ്റെ ദാസീദാസന്മാരും അവൻ്റെ 10 മക്കളും നഷ്ടപ്പെട്ടു. അവസാനമായിട്ട് അവൻ്റെ ശരീരം മുഴുവനും പരുക്കളാൽ ബാധിതനായി. അവനൊന്ന് ശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വല്ലാത്തൊരു സാഹചര്യത്തിൽ അവനായിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ പറയുകയാണ്, നീ മരിക്കാൻ പറയുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇതുപോലുള്ള വാക്കുകൾ ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ ദാസന് ആ സമയത്ത് പറയുകയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ എന്താണ് സംസാരിക്കുന്നത്? ദൈവം നമുക്ക് നന്മ തന്നെങ്കിൽ, അവൻ തിന്മയാണ് തരുന്നതെങ്കിലും അതും നാം സ്വീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും ദാനിയേലിനെ എരിയുന്ന തീച്ചൂളിലേക്ക് വിടുവാണ്ടൊക്കെ പോവുകയാണ്. ആ സമയത്ത് രാജാവിനോട് അവൻ പറയുകയാണ്, ഈ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് നിന്ന് എൻ്റെ ദൈവത്തിന്, ഞാൻ ആരാധിച്ചു വരുന്ന ദൈവത്തിന് എന്നെ വിടുവിക്കാനൊക്കെ കഴിയുകയോ കഴിയാതിരിക്കുകയോ ചെയ്ത് തന്നെയും രാജാവിനോട് പറയുന്നു, നീ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നമസ്കരിപ്പാണ്ടൊക്കണം എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കാൻ കഴിയണം. ഇയ്യോബ് അവൻ്റെ കഷ്ടതയിൽ അവൻ്റെ വിശ്വാസം വിടാതെ ധൈര്യമായിട്ട് നിൽക്കുകയാണ്. അവൻ്റെ ഈ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവൻ്റെ സ്നേഹിതന്മാർ വന്നു പറഞ്ഞു. അവരവനെ ചോദ്യം ചെയ്യുകയാണ്, നീ നീതിമാനാണ്, നീ നല്ലവനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതൊക്കെ നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കടന്നു വരുമ്പോൾ ലോകം നമ്മളോട് ചോദിക്കും, നിനക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നീ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിനല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിനക്കതൊക്കെ സംഭവിക്കുന്നത്? നീ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിനല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിക്കും. എന്നാൽ അതിനൊക്കെ ഒരു മറുപടി, യഹോവയായിരിക്കും ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം കൊഴിഞ്ഞു പോകത്തില്ല, ദൈവം അറിയാതെ അങ്ങനെ സംഭവിക്കത്തില്ല, കരുതുന്നവൻ സർവശക്തനായിരിക്കും ദൈവമാണ്. സ്നേഹിതന്മാരൊക്കെയും അവനെ നിരാശപ്പെടുത്തി, അവനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ശരീരത്തിന് മനസ്സിന് ഒരുപോലെ ദുഃഖഭാരമായിട്ടിരിക്കുന്ന ഇയ്യോബിനെ വന്ന് എല്ലാ വിധത്തിലും ആളുകളെ പീഡിപ്പിക്കുകയാണ്, എല്ലാ വിധത്തിലും ഇയ്യോബിനെ പ്രയാസപ്പെടുത്തുകയാണ്. തൻ്റെ ഭാര്യ പറഞ്ഞു, തൻ്റെ സ്നേഹിതന്മാർ വന്ന് പറഞ്ഞു, തൻ്റെ ശരീരത്തെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ചാരത്തിനകത്തിരുന്നവനെ ചെറുണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, ഈ ഒരു അനുഭവത്തിൽ കൂടെ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെ നിൻ്റെ ജീവിതം കടന്നു പോയിട്ടുണ്ടോ? നിന്നെ സഹായിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ
ഒരു പാപവും ചെയ്യാതെ, ദൈവത്തെ ശപിക്കാതെ, തൻ്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അവനൊന്നറിഞ്ഞു, കർത്താവേ, എൻ്റെ അവസ്ഥയ്ക്ക് നീ മാറ്റം വരുമെന്ന് ഞാൻ അറിയാം. ഞാൻ ദോഷം ചെയ്തിട്ടല്ല ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ പാപം ചെയ്തിട്ടല്ല ഞാനിത് അനുഭവിക്കുന്നത്. എനിക്കിന്ന് വന്ന് ഭവിച്ചത് എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല, എൻ്റെ പാപം കൊണ്ടല്ല. അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ലോകത്ത് നാം ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു സമൂഹത്തിന് മുമ്പാകെ നാം ക്ഷീണിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഭവനത്തിനകത്ത് നമുക്കൊരു നല്ലൊരു ജീവിതമുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുമാണെങ്കിൽ നമുക്കൊന്നിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ലോകത്തിലെന്തെല്ലാം വരട്ടെ, ലോകത്തിലെന്തെല്ലാം പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റ് ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കട്ടെ, നമുക്ക് പറയാൻ കഴിയണം, എന്നെ ജീവിപ്പിക്കുന്ന ഒരുത്തനിൽ ജീവിക്കുന്നു, എന്നെ ജീവിപ്പിക്കുന്ന ഒരുവനുണ്ട്, അവൻ ഒരു നാളിൽ എന്നെ ജീവിപ്പിക്കും, ഞാൻ അവന് വേണ്ടി ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാൻ കഴിയണം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും അഗ്നിക്കകത്ത് അകപ്പെട്ടു. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവർ ഏതാനും നിമിഷങ്ങളായിട്ട് കത്തിച്ചാമ്പലാകുമെന്ന് നോക്കി നിൽക്കുകയാണ്. ലോകം മുഴുവനായിട്ട് നമ്മളെ നോക്കട്ടെ, നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? 3 പേരെ ആ അഗ്നിക്കുള്ളിലേക്ക് വലിച്ചെറിയുമ്പോൾ 4ാമത് ഒരുവന് അഗ്നിക്കകത്ത് വെളിപ്പെട്ടുകൊണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, നീ വരുന്നതിന് മുമ്പായിട്ട് അഗ്നിക്കകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമാണ് ഞാൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യേ ഇറങ്ങി വരുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് നിൻ്റെ അടുത്ത്, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ, നിൻ്റെ രോഗത്തിൻ്റെ മേൽ, നിൻ്റെ സകല വിഷയത്തിൻ്റെ മേലും അവൻ പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന ദൈവമാണ്. അവൻ ശക്തനായ ദൈവമാണ്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നതിനെ കാണുന്നുണ്ട്. അവൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ വിഷയത്തിന് മാറ്റം വരുന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ കണ്ണുനീർ കുടിപ്പിക്കുന്നവർക്ക് വേണ്ടി മുഴങ്കാലും അടക്കി അവരുടെ പേര് പറഞ്ഞുകൊണ്ട്, യഹോവയായിരിക്കും ദൈവമേ, അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. അതാണ് സംഭവിച്ചത്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. മൃഗസമ്പത്തൊക്കെ ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. ഒട്ടകത്തിൻ്റെ ആ സംഖ്യ ഇരട്ടിയായിട്ട് ദൈവം കൊടുത്തു. മക്കളെയൊക്കെ ദൈവം അവന് ധാരാളമായിട്ട് കൊടുത്തു. 7-10 മക്കൾ, അതിൽ മാത്രം വ്യത്യാസം ദൈവം വരുത്തിയില്ല. ആ 10 മക്കളെ അതുപോലെ തന്നെ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. അവരെപ്പോലെ സൗന്ദര്യമുള്ളവർ ആരുമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായിരിക്കടിന് വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വേഗം വരുന്ന കർത്താവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ.